ഇന്നൊരു ഗ്രാൻഡ് റിസപ്ഷനാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഫാമിലി ഫ്രണ്ടായ YK ഗ്രൂപ്പിലെ സബീർ മാമയുടെ മകൻ നൗഫലിക്കയുടെയും ബ്രൈഡ് ജുമിനത്തയുടെയും റിസപ്ഷനാണ്. കല്യാണം രാവിലെ നിലമേൽ ഷാലിമാർ കൺവെൻഷൻ സെന്ററിലായിരുന്നു. റിസപ്ഷനാണ് കോസ്റ്റ് ഓഫ് തിബീരിയാസിൽ വെച്ച് നടക്കുന്നത്. കോസ്റ്റ് ഓഫ് തിബീരിയാസ് എന്നത് ബിഷപ്പ് ഹൗസിന്റെ അണ്ടറിൽ വരുന്ന ഒരു റിസോർട്ടാണ്. 60-70 കാലഘട്ടങ്ങളിൽ ആംഗ്ലോ ഇന്ത്യൻസിന്റെ സാന്നിധ്യത്തിലുള്ള പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഹെറിറ്റേജ് സമ്മർ ഹൗസ് ക്ലബ്ബായിരുന്നു കോസ്റ്റ് ഓഫ് തിബീരിയാസ്. കോസ്റ്റ് ഓഫ് ടിബീരിയാസ് എന്ന പേര് വന്നിരിക്കുന്നത് ടിബീരിയയുടെ തീരം, അതായത് ഇസ്രായേലിന്റെ വടക്ക് ഭാഗവും ഗലീലി കടലിടുക്കിന്റെ തെക്കൻ ഭാഗത്തുമായി സ്ഥിതി ചെയ്യുന്ന ജൂതന്മാരുടെ 4 പുണ്യ നഗരങ്ങളിൽ ഒന്നാണ് ടിബീരിയാസ് എന്നത്. മറ്റ് നഗരങ്ങളാണ് ജെറുസലേം, ഹീബ്രോൺ, സഫേദും. ഇതുപോലെ നമ്മുടെ കൊല്ലം തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഇപ്പോഴത്തെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങും റിസോർട്ടുമാണ് കോസ്റ്റ് ഓഫ് ടിബീരിയാസ് എന്നത്. കയറി വരുമ്പോൾ തന്നെ വിശാലമായ പാർക്കിംഗ് ഏരിയ ആണ് കാണുന്നത്. അത് കഴിഞ്ഞാൽ ഉടനെ കുട്ടികൾക്കായി കളിക്കുന്ന പാർക്കുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കടൽ തീരത്തോട് ചേർന്ന് തന്നെ അവർ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ഏർമാടം സെറ്റ് ചെയ്തിട്ടുണ്ട്. ബീച്ച് വ്യൂ കാണുന്നതിനായിട്ട് ഇരിപ്പിടങ്ങൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് രീതിയിൽ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന്, നമ്മൾ സ്റ്റേജിൽ പരിപാടി കണ്ടുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കുന്ന രീതിയിൽ ബൊഫെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ല എങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അവർ അറേഞ്ച് ചെയ്തിരുന്നു. ഫുഡും പ്രോഗ്രാം എല്ലാം സെറ്റ് ചെയ്തിരുന്നത് ഫോർച്യൂൺ കേറ്റേഴ്സ് ആൻഡ് ഇവന്റ്സ് ആയിരുന്നു. ഇതാണ് കല്യാണ ചെറുക്കനും പെണ്ണും. അതേപോലെ വൈറ്റ് ഷർട്ട് ഇട്ടേക്കുന്നതാണ് സബീർ മാമ, ബ്ലൂ ചുരിദാർ ഇട്ടേക്കുന്നതാണ് മാമയുടെ വൈഫ്. സെപ്പറേറ്റ് ആയിട്ട് ചായക്കട സെറ്റ് ചെയ്തിരുന്നു. അവിടെ തന്നെ പഴയകാല സിനിമകളുടെ പോസ്റ്റേഴ്സും പഴയ വിളക്കും പലഹാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനോട് ചേർന്ന് തന്നെ പോപ്കോണും പഞ്ഞിമുട്ടായിയും ചോക്ലേറ്റ് ഫൗണ്ടൈനും ഒക്കെ ഉണ്ടായിരുന്നു. പെനി ഐസ്ക്രീംസിന്റെ എല്ലാ ഫ്ലേവർ ബാറുകളും അവിടെ സെർവ് ചെയ്തിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം എല്ലാവരെയും കാണാനും അവരുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും പറ്റി. ലാസ്റ്റ് DJ അറേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയി.